ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ടോപ്പ് ഫോർവേഡ് കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കണേന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇത് അത്ര എളുപ്പമുള്ളൊരു കേക്കല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനായിട്ടൊരു 1/2 kg വെയിറ്റ് വരുന്ന ഒരു കേക്കാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ക്രം കോട്ടൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് നമുക്ക് ഇത് ഓണാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത്ര പെർഫെക്റ്റ് ആവില്ല, അത് ചിലപ്പോൾ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വച്ച് ഒന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ആ സൈഡ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം. അത് കഴിഞ്ഞ് അടുത്ത ബോർഡിൽ ഇതുപോലെ ഒന്ന് നിവർത്തി വയ്ക്കണം. അപ്പോൾ അത് വയ്ക്കുമ്പോൾ ഒരുപാട് സൂക്ഷിക്കണം, കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് ആ ബാക്ക് പോർഷനിൽ ക്രീമൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളാണെന്ന് ഞാൻ പറയില്ല, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് പറയുന്നത്. ഇത് മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മറിഞ്ഞ് വീഴാത്ത രീതിയിൽ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ വളരെ സിമ്പിളായിട്ട് കൊടുക്കാവുന്ന ഡിസൈനുകളാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ആ ബോർഡറിൽ മാത്രമേ ഞാൻ ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലൊക്കെ വേണ്ടി നമുക്ക് കൊടുക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് ഇവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ ഡെക്കറേഷൻ ചെറിയ രീതിയിലൊന്ന് ചെയ്യണുള്ളൂ. ഇത് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കുറച്ച് ബോൾസാണ്, ഗോൾഡൻ കളറിലുള്ള ബോൾസാണിത്. ഇതിൻ്റെ പല കളറിലുള്ള ബോൾസ് നമുക്ക് കിട്ടും. ഞാനിവിടെ ഗോൾഡൻ കളറിലുള്ള കുറച്ച് ബോൾസുകളാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കേക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ വീണ്ടും കാണാം.